പ്രകൃതിയുടെ സൗന്ദര്യം വഴിഞ്ഞൊഴുകി നിൽക്കുന്ന അതിമനോഹരമായ പ്രകൃതി ദൃശ്യമാണ് കാളിമല ക്ഷേത്രത്തിൻ്റെ നടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത്. എത്ര മനോഹരമാണ് ഈ കാഴ്ച! തീർച്ചയായും എൻ്റെ ക്യാമറയ്ക്ക് ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തിട്ടും മതി വരാതെ വന്നു. കാളിമല ക്ഷേത്ര മുറ്റത്ത് നിന്നുകൊണ്ടുള്ള ദൃശ്യമാണ് ഞാൻ ഈ പകർത്തിയിരിക്കുന്നത്. മനോഹരം എന്ന് പറഞ്ഞാലും പോരാ, അതിമനോഹരം എന്ന് പറയാനും പറ്റില്ല, അത്ര മനോഹരമാണ് ഈ പ്രകൃതി ദൃശ്യം. തമിഴ്നാട്ടിലെ ചില ഡാമുകളുടെ, അതായത് ചിറ്റാർ ഡാം അങ്ങനെ തുടങ്ങിയ ചില ഡാമുകളുടെ ദൃശ്യമാണ് നമുക്കിതിൻ്റെ മുകളിൽ നിന്നാൽ കാണാൻ കഴിയുന്നത്. കാളിമലയുടെ താഴ്വാരത്ത് നിന്ന് നമ്മൾ നടന്ന് കയറി വരുമ്പോഴും ഇത്തരത്തിലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് മനം കുളിർത്താണ് മുകളിലേക്ക് കയറുന്നത്. എന്തായാലും മുകളിലേക്ക് കയറുന്ന ആയാസം കുറഞ്ഞു കിട്ടുന്നത് ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോഴാണ്. അതാണ് നമ്മൾ ഈ മല കണ്ട ഈ കുത്തനെയുള്ള മലയാണ്, ചെമ്മൺ പാതയാണ്, കരിങ്കല്ലുകൾ മാത്രം പാകിയ പാതയാണ്. നടന്നു കയറുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരേ ഒരു മാർഗം. അപ്പോൾ എന്തായാലും അങ്ങനെ നടന്ന് കയറുന്നതിനിടയിൽ ഇത്തരം മനോഹരമായ ദൃശ്യങ്ങൾ, ഈ രീതിയിലുള്ള ദൃശ്യങ്ങൾ അമ്പലത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ, ഈ കാളിമലയുടെ മുകളിൽ അമ്പലമുറ്റം നിൽക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് അതിമനോഹരമായി തന്നെ നമുക്ക് ആസ്വാദ്യകരമാകുന്നു. അവിടെ നിന്നപ്പോൾ ഒരു സെൽഫി എടുക്കണമെന്ന്, സാധാരണ അങ്ങനെ സെൽഫി എടുത്ത് ഒരു ശീലമില്ലാത്തതാണെങ്കിൽ പോലും ഇത്രയും മനോഹരമായ സ്ഥലത്ത് വന്നപ്പോൾ ഒരു സെൽഫി എടുക്കണമെന്ന് തോന്നി, അത്രമാത്രം. ഇതാണ് ചിറ്റാർ നദിയുടെ ഭാഗങ്ങൾ, തമിഴ്നാട്ടിലെ ചിറ്റാർ ഡാമിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ കാളിമലയുടെ മുകളിൽ നിന്നും കാണുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ഡ് കാണുന്നുണ്ടല്ലോ, ഇത് തണൽ ആണ്. അതായത് സൂര്യനെ കാർമേഘങ്ങൾ മൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തണൽ വരുന്നതാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം നമ്മൾ ഈ ചെറുതായിട്ട് കാണുന്ന ഈ ഷെയ്ഡ് പ്രദേശങ്ങളെല്ലാം കിലോമീറ്ററുകളോളം അല്ലെങ്കിൽ 1-1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള സ്ഥലമാണ്. പക്ഷേ അവിടെയൊക്കെ ഈ സൂര്യപ്രകാശം എത്താത്തത് കൊണ്ട്, അതായത് കാർമേഘം വന്ന് ഇതുപോലുള്ള കാർമേഘങ്ങൾ വന്ന് സൂര്യനെ തടയുന്നത് കൊണ്ട് താഴെ അതിൻ്റെ നേർ താഴെയുള്ള പ്രദേശങ്ങൾ ഇങ്ങനെ ഷെയ്ഡായി കിടക്കുന്നു. അവിടെ നല്ല തണൽ അനുഭവപ്പെടും. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് തണൽ വന്ന് കയറുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ, അതിൻ്റെ ഒരു അനുഭവമാണ്. ഈ കാണുന്ന ഇടയ്ക്കിടയ്ക്കെല്ലാം ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവ് അല്ലെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ കാണും. നമ്മൾ ഈ പുറത്ത് ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പൊട്ട് പോലെയാണ് ഈ ഷെയ്ഡ് കാണുന്നത്. പക്ഷേ വളരെ വിസ്തൃതമായ സ്ഥലത്താണ് ഈ ഷെയ്ഡ് അവിടെ അനുഭവപ്പെടുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്രയും മനോഹരമായ ദൃശ്യം ഇങ്ങനെ ഞാൻ മതിവരുവോളം പകർത്തുകയാണ് ഉണ്ടായത്. ഈ പ്രകൃതി ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന്
ഈ മൂടൽമഞ്ഞ് വന്ന് നേരത്തെ ഞാൻ എടുത്ത അതേ സ്ഥലങ്ങളിൽ മൂടൽമഞ്ഞ് വന്ന് മൂടിയതാണ് കാണുന്നത്. പെട്ടെന്ന് ഞാൻ ആ മൂടൽമഞ്ഞിൻ്റെ ആ ഒരു വന്ന് പെട്ടെന്ന് ആ പ്രദേശങ്ങളെല്ലാം മറയ്ക്കുന്ന ദൃശ്യവും കൂടി പകർത്തുകയുണ്ടായി. ഇത് കാളിമലയുടെ കിഴക്കൻ മലയുടെ ദൃശ്യമാണ്. നമ്മൾ ആദ്യം കണ്ടത് കാളിമലയിൽ നിന്ന് നിൽക്കുമ്പോഴുള്ള പടിഞ്ഞാറ് വശത്തെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ മലകളുടെ ദൃശ്യമാണ് ഞാൻ ആദ്യം പകർത്തിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്കൻ മലകളാണ്. അതായത് കാളിമല ഇങ്ങനെ ഒരു ഉയർന്ന മുനമ്പ് പോലെ മുകളിൽ നിൽക്കുന്നു. അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ പടിഞ്ഞാറും കിഴക്കും ഒരുപോലെ നമുക്ക് ദൃശ്യമാണ്. അപ്പോൾ ഇത് കിഴക്കൻ മലകളുടെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.